ആൻറ്റി ഡിപ്രസൻറ്റ് ടാബ്ലറ്റ്സും സ്ലീപ്പിംഗ് പിൽസും ഒക്കെ ബ്രെയിനിൽ ചെയ്യുന്ന അതേ ഫങ്ഷൻ ബാത്തിങ്ങിന് ചെയ്യാൻ കഴിയും. നമ്മൾ ബാത്ത് ചെയ്യുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചറിന് നമ്മുടെ ബ്രെയിനിൽ ഏത് കെമിക്കൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നതിനെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. ഇനി ബാത്തിങ്ങിന് നമ്മുടെ മെറ്റാബോളിസം, കാലറി എക്സ്പെൻഡിച്ചർ ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യാൻ കഴിയും. ഒരു മൈൽഡ് കാർഡിയോ എക്സസൈസ് ചെയ്യുന്ന അതേ ബെനിഫിറ്റ്സ് ബാത്തിങ്ങിനും ചെയ്യാൻ കഴിയും. പഴയ ചൈനീസ് ഡൈനാസ്റ്റിയായ ഹാൻ ഡൈനാസ്റ്റിയിൽ ബാത്തിങ്ങിന് വേണ്ടിയിട്ട് ഹയർ ഒഫീഷ്യൽസിന് പബ്ലിക് ഹോളിഡേയ്സ് വരെ ഉണ്ടായിരുന്നു. എന്തായിരിക്കും ബാത്തിങ്ങിന് ഇത്ര സ്പെഷ്യലാക്കുന്നത്? ആസിൻ നമ്മൾ പറയുന്ന പോലത്തെ കുളി, ആ ബാത്തിങ് 2 ടൈപ്പ് ഉണ്ട്. ബോഡി ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ബാത്തിങ്ങും ഇനി ലൈക്ക് വാട്ടർ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കണ ബോഡി ഇമ്മേഴ്സ്ഡ് ആയി കിടക്കാത്ത കൈൻഡ് ഓഫ് വേ ഓഫ് ക്ലെൻസിങ് ബോഡി, അതായത് ഷവറിങ്. ഏൻഷ്യൻ സിവിലൈസേഷൻസിലൊക്കെ ബാത്തിങ് മാത്രമേ പ്രിവൈൽ ചെയ്തിരുന്നുള്ളൂ. 19th സെഞ്ച്വറിയിൽ വില്യം ഫെല്ലാം എന്ന് പറഞ്ഞ ഒരു ആളാണ് മെക്കാനിക്കൽ ഷവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ലേറ്റർ 20th സെഞ്ച്വറിയിൽ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഷവർ ഹെഡ് ഇൻട്രൊഡ്യൂസ് ആവും. പിന്നെ വേൾഡ് വാറിന് ശേഷമാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന ഈ ഷവർ ഹെഡ് ഭയങ്കര ഫേമസ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. എനിവേ, ഇതല്ല നമ്മുടെ ടോപ്പിക്. നമ്മൾ ബോഡി ഇമ്മേഴ്സ്ഡ് ആയി കിടന്നിട്ടുള്ള കൈൻഡ് ഓഫ് ക്ലെൻസിങ് ബോഡി, ആ ബാത്തിങ്, അതാണ് നമ്മുടെ പോയിന്റ്. ഈ ബാത്തിങ് 2 ടൈപ്പ് ഉണ്ട്, ഹോട്ട് ബാത്തും കോൾഡ് ബാത്തും. നമുക്ക് ആദ്യം ഹോട്ട് ബാത്തിനെ പറ്റി നോക്കാം. ഹോട്ട് ബാത്തിന് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യാൻ കഴിയും. അതായത് നമ്മുടെ റിലാക്സേഷനൊക്കെ എഫക്റ്റ് ചെയ്യുന്ന നെർവസ് സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇതിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് ഈ ഹോട്ട് ബാത്തിന് കഴിയും. നൈട്രിക് ഓക്സൈഡിലെ NO, അതൊരു വാസ്കോ ഡയലേറ്റർ ആണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് NO. നമ്മുടെ ഹോട്ട് ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ NOയുടെ റിലീസ് കൂടും. അപ്പോൾ ബ്ലഡ് വെസൽസ് കൂടുതൽ ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് പ്രഷർ കുറയും, അതായത് ബ്ലഡിന്റെ ഫ്ലോ ചെയ്യാനുള്ള റെസിസ്റ്റൻസ് കുറയും. അപ്പം മോർ ബ്ലഡ് ഫ്ലോ ചെയ്യും. ഇനി നമ്മൾ ഹോട്ട് ബാത്ത് എടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലെ കെമിക്കൽ ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ മെറ്റാബോളിസത്തിനെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ നമ്മുടെ മെറ്റാബോളിസം കൂട്ടും, കാലറി എക്സ്പെൻഡിച്ചർ കൂട്ടും. ഇനി മസിൽ ടെൻഷൻ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഹീറ്റ് കൂടുമ്പോൾ മസിലിന്റെയും കണക്റ്റീവ് ടിഷ്യൂസിന്റെ ഒക്കെ ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പൊ പെട്ടെന്ന് മസിൽ ടെൻഷൻ റിലാക്സ് ചെയ്യും. ഇനി മൂഡിനെ എങ്ങനെ എഫക്ട് ചെയ്യും? ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോണിക് ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്, BDNF. ഇതാണ് ബേസിക്കലി നമ്മുടെ മൂഡിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ബ്രെയിൻ സെക്രീറ്റ് ചെയ്യുന്ന പ്രൈമറി കെമിക്കൽ. ഈ കെമിക്കലിന്റെ സെക്രീഷൻ ഈ ഹോട്ട് ബാത്തിന് കൂട്ടാൻ കഴിയും. അതുപോലെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ സെക്രീഷൻ കുറയ്ക്കാൻ കഴിയും. മൂഡ് റെഗുലേറ്റിംഗ് ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിന്റെ സെക്രീഷൻ ഈ ഹോട്ട് ബാത്തിന് കൂട്ടാൻ കഴിയും. ഇനി നമുക്ക് സെക്കൻഡ് കൈൻഡ് ഓഫ് ബാത്തിങ്ങിലേക്ക് പോവാം, കോൾഡ് ബാത്തിങ്. ഹോട്ട് ബാത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ് കോൾഡ് ബാത്തിങ്. ഈ കോൾഡ് ബാത്തിങ് അഫക്റ്റ് ചെയ്യുന്നത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ, അതായത് നമ്മുടെ ഈ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിനെയാണ് ഈ കോൾഡ് ബാത്ത് അഫക്റ്റ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു NO റിലീസ് കൂടും, ബ്ലഡ് വെസൽ എൻലാർജ് ആവും എന്നൊക്കെ. ഹോട്ട് ബാത്തിൽ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്, അതായത് NOന്റെ റിലീസ് കുറയും, അപ്പോൾ ബ്ലഡ് വെസൽസ് കോൺട്രാക്ട് ചെയ്യും, ബ്ലഡ് ഫ്ലോ കുറയും. ഇനി ഈ കൈൻഡ് ഓഫ് ബാത്തിങ്ങിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പെയിൻ റിലീഫും ഒക്കെ ഉള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. അതെങ്ങനെയാ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ബ്ലഡ് വെസൽസ് കോൺട്രാക്ട് ചെയ്യും, ബ്ലഡ് ഫ്ലോ കുറയും എന്നൊക്കെ. ഈ അഫക്റ്റഡ് ഏരിയയിലേക്ക് ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെയൊക്കെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് അല്ലേ. അപ്പൊ ഈ ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ അഫക്റ്റഡ് ഏരിയയിലേക്കുള്ള ഈ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിന്റെ ഒക്കെ സപ്ലൈ കുറയും, അങ്ങനെ ഇൻഫ്ലമേഷൻ കുറയും. അതുപോലെ നെർവ് എൻഡിങ്സിനൊക്കെ നമ്പ് ചെയ്യും, പെയിൻ സിഗ്നലിനൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പെയിൻ റിലീഫ് തരും. ഈ ബേസിക് മെക്കാനിസം ആണ് നമ്മൾ ഈ ഇൻഫ്ലമേഷനും പെയിനും ഒക്കെ വരുമ്പോൾ ഐസ് ബാഗ് വെക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു സഡൻ ക്യൂർ തോന്നില്ലേ, അത് ഈ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടാണ്. കാർഡിയോ എക്സസൈസ് കാർഡിയോ വാസ്കുലർ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടും, ഹാർട്ടിന്റെ ഹെൽത്തിന് നല്ലതാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാർഡിയോ എന്താ ചെയ്യുന്നത്? കാർഡിയോ എക്സസൈസ് ഇന്റൻസിറ്റി ഉള്ള എക്സസൈസസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കലോറിഫിക് ബേൺ കൂട്ടും, അപ്പം സെൽസ് മോർ ഓക്സിജൻ ഡിമാൻഡ് ചെയ്യും. അപ്പം ഓക്സിജൻ എത്തണമെങ്കിൽ ബ്ലഡ് എത്തണം, അപ്പം ബ്ലഡ് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. അപ്പൊ സ്ട്രോക്ക് വോളിയം, അതായത്
വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓൺ ഈച്ച് ബീറ്റ്, അത് കൂടും. ഓരോ ബീറ്റിലും കൂടുതൽ ബ്ലഡ് ഫ്ലോ ചെയ്യും. അങ്ങനെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂടും, ഹാർട്ടിന്റെ ഹെൽത്ത് ഒക്കെ കൂടും. ഇങ്ങനെയാണ് കാർഡിയോ എക്സസൈസ് വർക്ക് ചെയ്യുന്നത്. ഇതേ ബെനിഫിറ്റ്സ് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ട് ഹോട്ട് ബാത്തും കോൾഡ് ബാത്തും ചെയ്യുമ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും. അതായത് ഹോട്ട് ബാത്ത് ചെയ്യുമ്പോഴത്തേക്ക് ബ്ലഡ് ഫ്ലോ കൂടും, കോൾഡ് ബാത്ത് ചെയ്യുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറയും. അപ്പൊ ഇത് ഓൾട്ടർനേറ്റീവ്ലി ചെയ്യുമ്പോൾ കാർഡിയോ എക്സസൈസ് നമുക്ക് തരുന്ന അതേ ബെനിഫിറ്റ്സ് ഈ ബാത്തിങ്ങിനും തരാൻ കഴിയും. നമുക്കിനി ബാത്തിങ്ങിന്റെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമുക്കറിയാവുന്ന പോലെ വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. കാരണം വാട്ടറിന്റെ ഹൈഡ്രജൻ ആറ്റത്തിന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഓക്സിജൻ ആറ്റത്തിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ട്. ഇനി വാട്ടറിന് വാട്ടറായിട്ടും പോളാർ സൊല്യൂട്ട്സും ആയിട്ടും ഹൈഡ്രജൻ ബോണ്ട് പെട്ടെന്ന് ഫോം ചെയ്യാൻ കഴിയും. അതുപോലെ വാട്ടറിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അയോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതിന് കുറയ്ക്കാനും അവരുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാനൊക്കെ പെട്ടെന്ന് പറ്റും. അതുപോലെ വാട്ടറിന് കോഹസീവ് അഡീസീവ് ഫോഴ്സസ് ഉണ്ട്. ഇതൊക്കെ കൊണ്ട് വാട്ടറിന് വൈഡ് റേഞ്ച് ഓഫ് സബ്സ്റ്റൻസിന് അതിനകത്ത് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടി വാട്ടറിനുള്ളതുകൊണ്ടാണ് വാട്ടറിന് നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ ഇല്ലാതെ വേറെ നമ്മൾ ക്ലെൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സോപ്പ്. ഈ സോപ്പിനകത്തുള്ളത് സർഫക്റ്റൻസ് ആണ്. സർഫക്റ്റൻസ് എന്ന് പറയുന്നത് ആംഫിബിലിക് മോളിക്യൂൾസ് ആണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ. ആംഫിബിലിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് കാണും, ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഒരു ടെയിൽ കാണും. ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ ലവിങ് ആണ്. സൾഫേറ്റ് അല്ലെങ്കിൽ കാർബോക്സിലേറ്റ് ഗ്രൂപ്പ് അതൊക്കെ ആയിരിക്കും ഈ ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്. ഹൈഡ്രോഫോബിക് ടെയിൽ എന്ന് പറഞ്ഞാൽ വാട്ടർ റിപ്പല്ലിംഗ് ആയിരിക്കും. ഫാറ്റി ആസിഡ്സിൽ നിന്നൊക്കെ ഡിറൈവ് ചെയ്ത ലോങ് ചെയിൻ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. ഇതിന് ഓയിലും ഗ്രീസും ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഗ്രൂപ്പും ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിലും ആണ് ഈ സോപ്പിനകത്തൊക്കെ ഉള്ളത്. ഈ സർഫക്റ്റന്റ് മോളിക്യൂൾസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓയിലിന്റെ വാട്ടറിന്റെ ഇടയ്ക്കുള്ള സർഫസ് ടെൻഷൻ കുറച്ചിട്ട് ഇതിനെ ഒരു സ്റ്റേബിൾ എമൽഷൻ ആക്കും. എമൽഷൻ എന്ന് പറഞ്ഞാൽ ഇമ്മിസിബിൾ ആയിട്ടുള്ള രണ്ട് ലിക്വിഡ്സ് തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു സ്റ്റേബിൾ സൊല്യൂഷൻ. അതായത് ഈ വാട്ടറും ഓയിലും നോർമലി മിക്സ് ചെയ്യുന്ന കാര്യങ്ങളല്ല, ഇതിനെ സർഫസ് ടെൻഷൻ കുറച്ചിട്ട് ഒരെണ്ണത്തിന്റെ ഡ്രോപ്പിൽ, ഇപ്പോൾ ഓയിലിന്റെ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വാട്ടർ മോളിക്യൂൾസ് കാണും. ഇനി അതിൻ്റെ അകത്ത് ഒരു വാട്ടർ ഡ്രോപ്പ് എടുത്താൽ അതിൻ്റെ അകത്ത് കുറെ ഓയിൽ മോളിക്യൂൾസ് കാണും. അങ്ങനെ ഒരു മിക്സ്ചർ ആക്കി ഈ സർഫക്റ്റന്റ് മോളിക്യൂൾസ് ഫോം ചെയ്യും. ഇതിനാണ് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ സർഫക്റ്റന്റ് മോളിക്യൂൾസ് വാട്ടറിൽ ഒരു സ്പെറിക്കൽ സ്ട്രക്ചർ ഉണ്ടാക്കും. ഈ സ്ട്രക്ചറിന്റെ ഔട്ടർ വേർഡ്സിൽ നമ്മൾ നേരത്തെ കണ്ട ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളും ഇന്നറിൽ ആ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽസ് ആണ് ഉള്ളത്. ഇനി ഈ ടെയിൽസ് ഓയിലിനെ ഡേർട്ടിനെയൊക്കെ സറൗണ്ട് ചെയ്തിട്ട് മിസലൈസ് ഫോം ചെയ്യും. എന്നിട്ട് ഈ മിസലൈസ് ആണ് വാട്ടറിൽ കൂടെ ഒഴുകിപ്പോകുന്നത്. നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ ഒഴുകിപ്പോകുന്ന വാട്ടറിനകത്ത് ഈ മിസലൈസ് ആണ് ഡേർട്ടൊക്കെ ആയിട്ട് പോകുന്നത്. കണ്ടു, ഹോട്ട് ഷവറും കോൾഡ് ഷവറും ഒക്കെ എടുക്കുമ്പോൾ BDNF-ന്റെ സെക്രീഷൻ കൂട്ടും, സെറട്ടോണിന്റെ സെക്രീഷൻ കൂടും, കോർട്ടിസോളിന്റെ സെക്രീഷൻ കുറയുന്നൊക്കെ നമ്മൾ കണ്ടു. ഇതേ സെയിം ഫങ്ഷൻ ആണ് ആന്റി ഡിപ്രസൻസും സ്ലീപ്പിംഗ് പിൽസും ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ചെയ്യുന്നത്. ആന്റി ഡിപ്രസൻസും സ്ലീപ്പിംഗ് പിൽസും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ സെറട്ടോണിന്റെ റിലീസ് കൂട്ടും, കോർട്ടിസോളിന്റെ റിലീസ് കുറയ്ക്കും. അങ്ങനെയാണ് അത് ബേസിക് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആന്റി ഡിപ്രസൻസിനും സ്ലീപ്പിംഗ് പിൽസിനും നമ്മുടെ ബ്രെയിനിൽ ചെയ്യാൻ കഴിയുന്ന അതേ ഫങ്ഷൻ ഈ ഹോട്ട് ആൻഡ് കോൾഡ് ഷവേഴ്സിന് നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ കണ്ടു ബോഡിയിലെ കാലറി എക്സ്പെൻഡിച്ചർ ഇതിന് കൂട്ടാൻ കഴിയും, അല്ലെങ്കിൽ മെറ്റബോളിസിനെ അഫക്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാ? നമ്മൾ കോൾഡ് ഓർ ഹോട്ട് ഷവർ എടുക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം നമ്മുടെ ബോഡി ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് എനർജിയും കാലറീസ് ഒക്കെ ബേൺ ചെയ്യും. അങ്ങനെ ഒരു മൈൽഡ് എക്സസൈസിൽ നമ്മൾ ബേൺ ചെയ്യുന്ന അതേ എമൗണ്ട് ഓഫ് കാലറീസ് നമ്മുടെ ബോഡി ബേൺ ചെയ്യും. ഇങ്ങനെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു മൈൽഡ് എക്സസൈസ് നമുക്ക് ബോഡിയിൽ ചെയ്യുന്ന അതേ ബെനിഫിറ്റ്സ് ഈ ബാത്തിനും നമ്മുടെ ബോഡിയിൽ ചെയ്യാൻ കഴിയും. ഓക്കെ, ഹാർട്ടിന് നല്ലതാണ്, മൂഡ് റെഗുലേറ്റ് ചെയ്യും, സ്ലീപ്പ് ക്വാളിറ്റി കൂട്ടും, കാലറി ബേൺ കൂട്ടും, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. എങ്കിൽ പിന്നെ കുറെ നേരം കുളിച്ചാലോ, ഒരു 5-6 മണിക്കൂർ കുളിച്ചാലോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയ എപ്പിഡെർമിസിന്റെ ഔട്ടർ മോസ്റ്റ് ഒരു ബാരിയർ ഷീൽഡ് ഉണ്ട്, സ്ട്രാറ്റം കോർണിയം. ഇതൊരു പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ്. അൺവാണ്ടഡ് സാധനത്തിനെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ടും ഈ ഫോറിൻ മൈക്രോബ്സിനെ ഒക്കെ ഉള്ളിലേക്ക് കടത്തി വിടാതിരിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു
പ്രൊട്ടക്റ്റീവ് ബാരിയർ ആണ് ഈ സ്ട്രാറ്റം കോർണിയം. നമ്മൾ ഒത്തിരി നേരം കുളിക്കുകയാണ് അല്ലെങ്കിൽ ഒത്തിരി നേരം നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓസ്മോസിസ്, നമ്മുടെ സ്കിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് വാട്ടർ ട്രാവൽ ചെയ്യും സ്കിന്നിൽ കൂടെ. അപ്പോൾ വാട്ടർ ലൈക്ക് പുറത്തുനിന്ന് നമ്മുടെ സെല്ലിലേക്ക് കടക്കും. അങ്ങനെ കടന്ന് മോയ്സ്ചർ ഭയങ്കരമായി കൂടുകയാണെന്ന് വെച്ചോ. അപ്പം ഓവർ മോയ്സ്ചറൈസ് ആവുകയാണെങ്കിൽ നമ്മുടെ ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷീൽഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞ സ്റ്റാറ്റസ് കോർണിയം, ഇത് ബ്രേക്ക് ആവും, മൈക്രോബ്സ് ഒക്കെ ഉള്ളിലേക്ക് കയറും, ഇൻഫെക്ഷൻസിന്റെ ചാൻസസ് കൂടും. ഇനി ഈ കോൺസെൻട്രേഷൻ ഇതിലും കൂടുതലാവുകയാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള വാട്ടറിന്റെ കോൺസെൻട്രേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിലുള്ള സെല്ലിനുള്ളിലുള്ള വാട്ടറിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അവിടുന്ന് വാട്ടർ പുറത്തേക്ക് പോകും. ഓസ്മോസിസിന്റെ സെയിം പ്രിൻസിപ്പിൾ. അങ്ങനെ സെല്ലിന്റെ ഉള്ളിലുള്ള മോയ്സ്ചർ നഷ്ടപ്പെട്ടാൽ എന്താ പ്രശ്നം? നമ്മുടെ സെല്ലിന്റെ സ്ട്രക്ചർ, ഹോമിയോസ്റ്റാസിസ് അല്ലെ ഫങ്ഷൻ, ഇതിനൊക്കെ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ മോയ്സ്ചറിന് ഭയങ്കര വലിയ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അപ്പൊ നമ്മുടെ സെല്ലിൽ നിന്ന് മോയ്സ്ചർ പുറത്തേക്ക് പോവുകയാണ്, മോയ്സ്ചർ ലോസ് ആവുകയാണെങ്കിൽ അത് സെല്ലിന്റെ സ്ട്രക്ചറിനെ എഫക്ട് ചെയ്യും, നമ്മുടെ ഹോമിയോസ്റ്റാസിസിനെ എഫക്ട് ചെയ്യും, നമ്മുടെ സെല്ലിന്റെ ഫങ്ഷനെ എഫക്ട് ചെയ്യും. നമ്മൾ ക്യാഷ്വലി ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിക്ക് ഇത്ര എഫക്ട്സ് ഉണ്ടായിരുന്നോ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇതുപോലത്തെ ബിഹൈൻഡ് ദ സൈൻസ് സ്നാപ്ഷോട്ട്സ് ഒക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡു സ്റ്റേ ട്യൂൺഡ്. ഇനി ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള സയന്റിഫിക് ഫാക്ട്സ് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത് 2 ബുക്സിൽ നിന്നും ഒരു ജേർണലിൽ നിന്നാണ്. ഫസ്റ്റ് ബുക്ക് ദ നേച്ചർ ഫിക്സ്, സെക്കൻഡ് ദ ജോയ് ഓഫ് ഫിസിക്സ്, തേർഡ് ഒരു ജേർണൽ, അത് ദ ജേർണൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ഹെൽത്ത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ.